കുടിക്കമാട്ടേനെ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് റീൽസ് വന്നിട്ട് അതിനുശേഷമാണ് മലയാളിയാണെന്ന് പലർക്കും മനസ്സിലായത്. പിന്നെയാണ് ഞാൻ മാസ്റ്റർ പീസ് ചെയ്യണത്. അല്ല, എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ എം എൻ നമ്പ്യാരുടെ മറ്റേ കൊച്ചുമോളാണ് സത്യം. മഹിമ ഫസ്റ്റ് കാര്യസ്ഥന് ശേഷം പിന്നെ അധികവും തമിഴ് സിനിമകളിലേക്കാണല്ലോ കുറേ നല്ല നല്ല പടങ്ങൾ വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ കുറച്ചും കൂടെ നല്ല നല്ല മലയാളം മൂവീസ് വരുന്നു, ബാക്ക് ടു ബാക്ക് വരുന്നു. ഈ തമിഴ് സിനിമയിലേക്ക് യൂഷ്വലി നമ്മൾ കാണാൻ മലയാളത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, അതിനുശേഷം ബാക്കി ഇൻഡസ്ട്രിയിലേക്ക് ഒരു എൻട്രി വരുന്നു, പിന്നെ അവിടെ ബാക്ക് ടു ബാക്ക് പടങ്ങൾ വരുന്നു. പലപ്പോഴും അങ്ങനെയാണ് കാണാറുള്ളത്. പക്ഷെ മമ്മിയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അതങ്ങനെ സംഭവിച്ചു പോയി. ഞാൻ വേണമെന്ന് അല്ല, ഞാൻ പ്ലാൻ ചെയ്തല്ല. ഞാൻ ആദ്യം കാര്യസ്ഥൻ ചെയ്യുന്നു. അല്ല, ആദ്യം ഞാൻ കാര്യസ്ഥൻ ചെയ്യുന്നു. അപ്പൊ 9th 10th പഠിക്കുന്ന സമയത്ത് എന്നിട്ട് എന്തായിരുന്നു, അത് കഴിഞ്ഞ് അവിടെ എന്റെ ഫോട്ടോസ് കണ്ടിട്ടാണ് ആദ്യത്തെ തമിഴ് സിനിമയിൽ വിളിക്കുന്നത്. അപ്പൊ ആദ്യത്തെ തമിഴ് സിനിമ സാട്ടൈ എന്ന് പറയുന്ന സിനിമ പ്രഭു സോളമൻ സമുദ്രകനി സാറൊക്കെ ചെയ്ത സിനിമയായിരുന്നു. അതവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായി. അപ്പൊ പിന്നെ അതിനുശേഷം കണ്ടിന്യൂസ്ലി തമിഴിൽ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ തമിഴ് എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു. അപ്പൊ തമിഴ് എഴുതും വായിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പലരും വിചാരിച്ചത് ഞാൻ തമിഴിൽ അവിടുത്തെ കുട്ടിയാണെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടായിരിക്കും അവർ പക്ഷെ മലയാളിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ അതുകൊണ്ടായിരിക്കും തമിഴിൽ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് മൂവീസ്. അല്ല, എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ എം എൻ നമ്പ്യാരുടെ മറ്റേ കൊച്ചുമോളാണ് സത്യം. എത്ര കൗണ്ടറിന് ഞാൻ കൂട്ടി നിന്നിട്ടുണ്ടോ? ചപ്പാത്തി കൗണ്ടറില്ലേ ഇവന്റെ, എന്താ ചാരം കൂട്ടി അടിക്കണം. എന്തായിരുന്നു അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ കുടിക്കമാട്ടേനെ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് റീൽസ് വന്നിട്ട് അതിനുശേഷമാണ് മലയാളിയാണെന്ന് പലർക്കും മനസ്സിലായത്. പിന്നെയാണ് ഞാൻ മാസ്റ്റർ പീസ് ചെയ്യണത്. അല്ല, അതിനുശേഷം എന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കാണുമായിരിക്കും. ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലോ എന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്രൊഫൈലോ ചെക്ക് ചെയ്ത് കാണുമായിരിക്കും. അങ്ങനെ ആയിരിക്കും മലയാളിയാണെന്ന് മനസ്സിലാക്കി. പിന്നെയാണ് ഞാൻ മാസ്റ്റർ പീസ് ചെയ്തത്. മാസ്റ്റർ പീസ് മധുരരാജ ചെയ്ത് പിന്നെ അഗൈൻ ഐ വെന്റ് ബാക്ക് ടു തമിഴ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആർഡിയൻസിന് ശേഷം പിന്നെ മലയാളത്തില് ലിറ്റിൽ ഹാർട്ട്സ്. ഈ നമ്മളിപ്പോ സിനിമയിലേക്ക് വരുന്ന സമയത്ത് മലയാളത്തിൽ തന്നെ ആക്ട്രസ് ആയിട്ട് നിൽക്കണം എന്നുള്ളത് തന്നെയായിരുന്നോ, അതോ ഈ പറഞ്ഞ പോലെ? അങ്ങനെയൊന്നുമില്ല, മലയാളത്തിൽ തന്നെ ചെയ്യണമെന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മലയാളത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം തമിഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ട് നല്ലൊരു പ്രോജക്റ്റ് മലയാളത്തിൽ വരുന്നില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ പക്ഷെ വരുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ലാംഗ്വേജ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മലയാളമായാലും തമിഴായാലും തെലുങ്കായാലും ആഫ്റ്റർ ഓൾ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ആർട്ട്. അത് ഏത് ലാംഗ്വേജ് ആയാലും എന്ത് പറയാനും സിനിമയാണല്ലോ, ഏത് ലാംഗ്വേജിലാണെങ്കിലും. സോ ദാറ്റ്സ് ഹൗ ഐ സീ ഇറ്റ്. ഓക്കെ. എന്ത് കന്നഡ ആയാലും തെലുങ്കായാലും തമിഴായാലും കന്നഡ വിട്ടുപോയതുകൊണ്ട് ഹിന്ദി ആയാലും